സാറേ, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് വിശേഷിപ്പിക്കുന്നത് ഓണമാണ്. അപ്പോൾ തിരുവോണം വരാറായിരിക്കുകയാണ്. ഈ തിരുവോണം സംബന്ധിച്ച് ചില ഐതിഹ്യമുണ്ട്. മഹാബലി ചക്രവർത്തി നാട് വാണിരുന്നു. പിന്നീട് ഈ മഹാബലി ചക്രവർത്തി 3 അടി ചോദിച്ച വാമനന് വേണ്ടിയിട്ട് ശിരസ് കുനിച്ചു കൊടുത്തു. ഇതൊക്കെ തന്നെയാണ് ഐതിഹ്യം. അങ്ങനെയൊക്കെ തന്നെയാണോ കഥകൾ? അതായത് ഇപ്പോൾ വാമനന് മഹാബലിയുടെ കഥയിൽ മഹാബലിക്ക് അസുര ചക്രവർത്തിയാണ്. അസുരൻ രാക്ഷസൻ എന്നൊക്കെ പുരാണത്തിൽ പറയുന്നത് സത്യത്തിൽ ആ കാലത്തെ മാർക്സിസ്റ്റുകൾ, സ്യൂഡോ സെക്കുലർ കപട മതേതരവാദികളുണ്ടല്ലോ, ഇവരെയൊക്കെയാണ് വിളിക്കുന്നത്. ഇവര് സത്യത്തിൽ മനുഷ്യർ തന്നെ. പക്ഷെ മാർക്സിസ്റ്റുകളും മൂരാച്ചികൾ, പിന്തിരിപ്പന്മാർ എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ പുരാണത്തില് സ്യൂഡോ സെക്കുലർ കപട മതേതരവാദികളെ പറയുന്നതാണ് ഈ രാക്ഷസൻ, അസുരൻ എന്നൊക്കെ ഉള്ളത്. രാവണനെ പറ്റി അങ്ങനെ പറയില്ലേ, അസുരൻ മനുഷ്യ രൂപം തന്നെയല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാബലിയെ ഈ പാതാളമല്ല പാതാളം എന്ന് പറഞ്ഞൊരു മേഖലയാണ്. അതെന്താന്ന് ഞാൻ പറയാം. പാതാളത്തിലേക്ക് പറഞ്ഞു വിടുന്ന വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ലേ. അതെ. അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഒരാൾ തന്നെയാണല്ലോ പ്രധാനപ്പെട്ട ആൾ, മഹാബലി അല്ലല്ലോ. അല്ല. അപ്പം ശരിക്കും ഈ മഹാബലിയും വാമനനും മലയാളികളേ അല്ല, ഇവർ നർമ്മദയുടെ തീരത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. നമ്മുടെ പുരാണപ്രകാരവും ഐതിഹ്യപ്രകാരവും ഒക്കെ നർമ്മദയുടെ തീരത്ത് നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ട് കുടിയേറുമല്ലോ കേരളത്തിലേക്ക്, കേരളത്തിൻ്റെ ഭൂവിഭാഗത്തിലേക്ക്. അന്ന് കേരളമില്ല. അപ്പം അങ്ങനെ കുടിയേറുന്ന ആളുകൾ ഈ ബലിയുടെ വാമനൻ്റെ കഥ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ അങ്ങ് പ്രതിഷ്ഠിക്കുകയാണ്. നമ്മുടെ ഭൂവിഭാഗത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഇത് തൃക്കാക്കരയും പാതാളവും. ഇപ്പോൾ പാതാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഏലൂരിൻ്റെ അടുത്ത് പാതാളം എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെയുണ്ട്. ഞാൻ ഈ കഥ ആലോചിക്കുമ്പോൾ തൃക്കാക്കരയിൽ നിന്ന് ഏലൂരിലെ പാതാളത്തിലേക്ക് വലിയ ദൂരമൊന്നുമില്ലല്ലോ, 4 കിലോമീറ്ററോ. അപ്പം ഇങ്ങനെ മറ്റേ തൃക്കാക്കരയിൽ നിന്ന് പിടിച്ച് ഏലൂര് കൊണ്ടാക്കിയതാണോ, ഇതാണോ ഐതിഹ്യം എന്ന തമാശയ്ക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഭാഗവതത്തിലുമൊക്കെ ഇതിൻ്റെ കഥകളുമൊക്കെ ഉണ്ട്. അപ്പം അതിൽ കൂടി നമുക്കൊന്ന് കടന്നു പോകാം. ഇത് മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ നാരായണീയത്തിൽ കേരളം പരശുരാമൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. കേരളം സൃഷ്ടിച്ച ഭൃഗുപതി ഐതിഹ്യമാണല്ലോ. അപ്പോൾ മഴുവെറിഞ്ഞ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വാമനനോട് മഹാബലി പറയുന്നതായിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങെന്താണ് ബാലിശമായി 3 അടി മണ്ണ് മാത്രം ചോദിച്ചത്, ഞാൻ ലോകം മുഴുവൻ ഭരിക്കുന്ന ആളല്ലേ എന്ന് നാരായണീയത്തിൽ വാമനനോട് മഹാബലി ചോദിക്കുന്നു. അങ്ങെന്താണ് ബാലിശമായി 3 അടി മണ്ണ് മാത്രം ചോദിച്ചത്, ഞാൻ ലോകം മുഴുവൻ ഭരിക്കുന്ന ആളല്ലേ. അപ്പം നാരായണീയത്തിൽ വന്നപ്പോൾ തൃക്കാക്കരയോ കേരളോ ഒന്നുമല്ല, മറ്റേ ലോകം മുഴുവൻ ഭരിക്കുന്ന ആളാണ് മഹാബലി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കവികളുടെ മനസ്സിൽ വരുന്ന ഭാവനയുടെ ഭാഗം മാത്രമാണ്. പ്രാചീന കേരളം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇത്തരം ഐതിഹ്യങ്ങളൊക്കെ ചട്ടമ്പി സ്വാമികൾ ചോദ്യം ചെയ്തു. പരശുരാമനെ പറ്റിയും നമ്പൂതിരിമാരെയോ പറ്റിയൊക്കെ. പ്രാചീന കേരളത്തിൽ എനിക്ക് രസകരമായി തോന്നിയത്, ഈ പരശുരാമൻ മറ്റേ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് താഴെ നദീതീരത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു മറ്റേ മീനിനെ പിടിക്കാനായിട്ട്. ഇപ്പൊ ടങ്കീസ് എന്ന് പറയുന്ന സംഗതിയില്ലേ, ചൂണ്ടയിൽ ഇങ്ങനെ കെട്ടുന്നത്. പരശുരാമൻ ഇറങ്ങി വന്നിട്ട് ഈ ടങ്കീസ് എടുത്തിട്ട് ഇവർക്കിങ്ങനെ തോളിൽ കെട്ടിക്കൊടുത്തു. ഇതാണ് പൂണൂല്. ഈ മീൻ പിടിച്ചിരുന്ന ആളുകളാണ് ബ്രാഹ്മണര് എന്ന് പ്രാചീന കേരളത്തില് മറ്റേ ചട്ടമ്പി സ്വാമികൾ പറയുന്നുണ്ട്. പരിഹസിച്ചതാകാം. അപ്പോൾ ഭൃഗുകച്ചം എന്ന് കേരളത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഭൃഗുകച്ചം എന്ന് പറയുന്നത് നർമ്മദാ തീരത്തെ രാജ്യമായിരുന്നു. ഭാഗവതത്തിൽ അങ്ങനെയാണ് പറയുന്നത്. മഹാബലിയുടെ ത്യാഗവും വാമനന്റെ അനുഗ്രഹവും നടന്ന സ്ഥലം തൃക്കാക്കരയൊന്നുമല്ല, ഈ ഭൃഗുകച്ചം അത് നർമ്മദ തീരത്തെ രാജ്യമാണ് ഭാഗവതം അനുസരിച്ച്. അതിലിപ്പോൾ പറയുന്നത് നർമ്മദയുടെ ഉത്തര തീരത്തെ ഭൃഗുദേശത്ത്
പരശുരാമൻ്റെ പരികർമ്മികളെല്ലാം അശ്വമേധം നടത്തുമ്പോൾ അദ്ദേഹം, അതായത് വിഷ്ണു, സൂര്യ തേജസ് പോലെ ശോഭിച്ചു. ഭാഗവതത്തിൽ പറയുക, അവിടെയാണത്. വാമനാവതാരം കേരളത്തിലല്ല നടന്നത്. നർമ്മദാ തീരത്ത് നിന്ന് കുടിയേറിയവർ ആ കഥ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. വാമന കഥയും ബലികഥയും. ഐതരേയ ബ്രാഹ്മണം ഉണ്ടല്ലോ, ഋഗ്വേദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഐതരേയ ബ്രാഹ്മണത്തിൽ വാമന സൂക്തം ഉണ്ട്. ആ വാമന സൂക്തത്തിൽ ബലിയില്ല, മഹാബലിയില്ല. വാമന സൂക്തത്തിൽ ധൈന്യം അകറ്റുന്ന വിഷ്ണു ഐശ്വര്യം പകരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വാമനൻ പുരാണത്തിലും ഋഗ്വേദത്തിലും ഭാഗവതത്തിലും ഒക്കെ ഉണ്ട്. വിഷ്ണുവിൻ്റെ അവതാരമല്ലേ. അതെ. വിഷ്ണുവിൻ്റെ അവതാരത്തിൻ്റെ കഥകളിൽ ഒന്ന് മാത്രമാണ് ഈ മഹാബലിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൽ ഓണരഹസ്യവും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. മഹാബലി എന്ന് പറഞ്ഞാൽ ആ വാച്യാർത്ഥം നീണ്ട രാത്രി എന്നാണ്. നീണ്ട തപസ് എന്നുമാകാം. രാത്രിയെ വമനം, നീണ്ട രാത്രിയാണല്ലോ മഹാബലി. അതിനെ വമനം ചെയ്യുന്നവൻ വാമനൻ. നീണ്ട രാത്രിയെ വമനം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ നീണ്ട രാത്രിയെ നീക്കിക്കളയുന്നവൻ, വലിയൊരു രാത്രിയെ നീക്കിക്കളയുന്നവൻ. വാമനൻ എന്ന് പറഞ്ഞാൽ ഉദയസൂര്യനാണ്, ഇരുട്ടിനെ മാറ്റുന്നു. വാമനൻ ഉദയസൂര്യൻ. ജനിച്ചപ്പോൾ വടു, ബാലബ്രഹ്മചാരി, അതിഥിയുടെ മകൻ. ഇതൊക്കെയാണ് വാമനൻ. അതിഥി എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത് എന്നുള്ള അർത്ഥമുണ്ടല്ലോ. അതിഥിയുടെ മകൻ ആദിത്യൻ എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ആദിത്യൻ, വാമനനെ. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനല്ലേ. ഒരടി ഉദയം മുതൽ, ഇനി ഒരടി, രണ്ടടി, മൂന്നടി എന്ന് പറയുന്നില്ലേ, പാതാളത്തിലേക്ക് അയക്കുന്നു എന്ന്. ഒരടി എന്ന് പറഞ്ഞാൽ ഉദയം മുതൽ മധ്യാഹ്നം വരെ. രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് സായം സന്ധ്യ വരെ. അടുത്ത അടിക്ക് സൂര്യൻ ഉദിച്ച ഭൂഭാഗത്ത് ഇരുട്ട് പരക്കും. ഇരുട്ട് പരന്നിടം പാതാളം. അതാണ് ഇരുട്ട് പരന്നിടമാണ് പാതാളം. ലം എന്നാണ്, ലം എന്നല്ല. ഭൂമിയുടെ എതിർദിശ, അതാണ് പാതാളം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണ കഥയാണ് സത്യത്തിൽ ഈ മഹാബലിയെ 3 അടി കൊണ്ട് പാതാളത്തിലേക്ക് അയക്കുന്നതിൽ ഉള്ളത്. 1 അടി, 2 അടി, 3 അടി, അതാണ് പറയുന്നത് അല്ലേ? അതാണ് പറയുന്നത്. ഇരുട്ട്, ഉദയസൂര്യൻ ഇരുട്ടിനെ നീക്കുന്നത് ആണ് എല്ലാ സമയത്തും. ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിൽ വാമനനുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതാണ്, ആ ത്രിമാന പുരുഷൻ എല്ലാറ്റിനും മേൽ നിന്നു. ഒരു കാൽ ഈ ഭൂമിയിൽ, പിന്നെ അവൻ പ്രപഞ്ചമാകെ ബോധത്തിലും അബോധത്തിലും വ്യാപിച്ചു. ആ പരമപുരുഷനിൽ നിന്ന് വിരാട് രൂപവും അതിൽ നിന്ന് സർവവ്യാപിയായ ബോധവും ഉണ്ടായി. സ്വയം സാക്ഷാത്കരിച്ച അവൻ നാനാത്വമായി പ്രത്യക്ഷമായി. പിന്നെ ഭൂമിയും ശരീരവുമായി. പുരുഷ സൂക്തത്തിൽ വാമനനെ പറ്റി പറയുകയാണ്, വിരാട് പുരുഷനായിട്ട്, അല്ലാതെ കുള്ളനായ ഒരു രൂപമല്ല. അസുരൻ, രാക്ഷസൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഹിന്ദു വിരുദ്ധര്, കപട മതേതരവാദികളെ പറ്റിയൊക്കെയാണ് അത് പറയുന്നത്. മഹാബലി അതാണ് ഈ കഥയിൽ, ഐതിഹ്യത്തിൽ അതാണ്. അങ്ങനത്തെ ആളിനെ ഉന്മൂലനം ചെയ്യുന്ന കഥയാണത്. തിരുപ്പതി വെങ്കിടാചലപതി ഇല്ലേ? തിരുപ്പതിയിൽ നമ്മൾ പോകുന്നില്ലേ, വെങ്കിടാചലപതി എന്ന് കണ്ട് നമ്മൾ തൊഴുന്നുണ്ട്. പ്രത്യേക രൂപമാണ് അല്ലേ? അപ്പൊ തിരുപ്പതി വെങ്കിടാചലപതി വാമനനാണ്. വാമന പ്രതിഷ്ഠയാണ് വെങ്കിടാചലപതി എന്ന് പറയുന്നത്. സംഘസാഹിത്യത്തില് നെടിയോൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വെങ്കടേശ ജയന്തി ഇല്ലേ, തിരുപ്പതി ഭഗവാന്റെ വെങ്കടേശ ജയന്തി എന്ന് പറയുന്നത് തിരുവോണമാണ്. വാമന ജയന്തി. നമ്മാൾവാർ, സംഘകാലത്തേക്ക് വലിയ എഴുത്തുകാരൻ നമ്മാൾവാർ തിരുമൊഴി എഴുതിയിട്ടുണ്ട്. ആ തിരുമൊഴിയിൽ ഇത് പറയുന്നുണ്ട്, മറ്റേ വെങ്കിടാചലപതി ജനിച്ച ജയന്തി തിരുവോണം. മാങ്കുടി മരുതനാരുടെ
മധുരൈ കാഞ്ചിയിൽ പറയുന്നുണ്ട് വിഷ്ണു അവതരിച്ച നല്ല നാൾ തിരുവോണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരം വാമനൻ അല്ലേ? അതെ, വാമനൻ അവതരിച്ച ദിവസം ദിവസം തിരുവോണം. അതാണ് ശരിക്കും അല്ലേ? ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയാൻ വയ്യാത്ത കുറച്ച് ഉള്ളറകളിൽ നിന്നുള്ള കഥകളാണ് സാർ ഇപ്പം വ്യക്തമാക്കിയത്. ഇതാണ് ശരിക്കും ഈ തിരുവോണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടി ആധുനിക കാലത്തെ ആളുകളെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.